Hi all, today we will discuss about new topic types of computers. Okay, traditionally computers were classified by their size, processing speed and cost. Based on these factors, computers were classified what microcomputers, mini computers, mainframe computers and supercomputers. But nowadays this classification is irrelevant because we know that after a few months the technology is changing very quickly. So nowadays the computers classification is based on its mode of use. Okay, so based on this the computers are classified into personal computer, mainframe computers and supercomputers. So let's start with what? Personal computer. Okay, let's start with a personal computer. So this personal computer is mainly for general purpose use. ജനറൽ പർപ്പസ്, അതായത് സാധാരണ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് സാധാരണ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് വാട്ട് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ലൈക്ക് അവർ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, വാട്ട് നോട്ട്ബുക്ക്, ടാബ്ലറ്റ് എക്സെട്ര. ഓക്കെ, സോ അതിൻ്റെ സൈസ്, കേപ്പബിലിറ്റീസ് ആൻഡ് പ്രൈസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും. ഓക്കെ, എ പേഴ്സണൽ കമ്പ്യൂട്ടർ ഈസ് എനി ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ whose size, capabilities and original sales price makes it useful for individuals and which is intended to be operated directly by an end user. Okay, with no intervening computer operator. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഒന്നും ആവശ്യമില്ല എന്നാണ് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എ പേഴ്സണൽ കമ്പ്യൂട്ടർ മേ ബി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ഓക്കെ, ലാപ്ടോപ്പ്, tablet PC or handheld PC like our tablet, mobile phone, okay, etc. The most common microprocessors in personal computers are x86 compatible CPUs. അപ്പം എന്താണ് ഇതിൽ യൂസ് ചെയ്യുന്ന സി പി യു, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന സി പി യു എന്ന് പറയുന്നത് x86 കോമ്പാക്റ്റിബിൾ. അത് ജസ്റ്റ് ആ ടേം മാത്രം ഓർത്ത് വയ്ക്കുക. x86 എന്ന് പറയുന്നത് 32 ബിറ്റാണ്. ബട്ട് നൗ എ ഡേയ്സ് ഇപ്പോൾ ഇറങ്ങുന്നതിൽ അധികവും എന്താണ് 64 ബിറ്റാണ്. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മളെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് നമുക്കറിയാം. എന്താണ്, ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ എക്സൽ ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പെർമനൻ്റായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റാ ബേസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വെബ് ബ്രൗസേഴ്സ്, എന്താണ് ഗൂഗിൾ ക്രോം, ദെൻ ഫയർഫോക്സ് എക്സെട്ര, അങ്ങനെ കുറേ വെബ് ബ്രൗസേഴ്സ്. ഇതൊക്കെ എന്തൊക്കെയാണ്, ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ദെൻ ഇമെയിൽ ക്ലയൻറ്റ്സ്, ഗെയിംസ് ആൻഡ് അതർ സോഫ്റ്റ്വെയർസ്. എന്താണ് ഈ ഇമെയിൽ ക്ലയൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമെയിൽ ക്ലയൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പം നമുക്ക് മെയിൽ ആക്സസ് ചെയ്യണം. മെയിൽ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യും. ക്രോമോ ഫയർഫോക്സോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ gmail.com എന്ന് കൊടുക്കുന്നു. ദെൻ എന്താ ലോഗിൻ ചെയ്യുന്നു. ദെൻ എന്താണോ പ്രോസസ്സിങ് നടത്തി, ദെൻ എന്താണ് ലോഗ് ഔട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഒരു വെബ് ബ്രൗസർ വഴിയാണ് നമ്മൾ മെയിൽ ആക്സസ് ചെയ്യുന്നത്. അതായത് അതിനൊരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ മെയിൽ ആക്സസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, വെബ് മെയിൽ എന്നാണ് പറയുക. ഓക്കെ, ത്രൂ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ ത്രൂ വെബ് ബ്രൗസർ വഴി നമ്മൾ ആക്സസ് ചെയ്യുന്നതിനെ നമ്മൾ വെബ് മെയിൽ എന്ന് പറയും. ഓക്കെ, ഇമെയിൽ ക്ലയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈസിൽ, അതായത് നമ്മളുടെ PC യിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കും.
ആ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച സോഫ്റ്റ്വെയർ വഴി നമ്മൾ മെയിൽ ആക്സസ് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇമെയിൽ ക്ലയൻറ്റിനൊരു എക്സാമ്പിളാണ്. ഇപ്പം നമ്മളെ ഫോണിൽ ഇപ്പം നമ്മളുടെ ഫോണിൽ ഗൂഗിൾ ഇത് ഇവിടെ ജിമെയിൽ എന്ന് പറയുന്നത് ഇതൊരു ആപ്ലിക്കേഷനാണ്. ഈ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ജിമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതുവഴി നമുക്ക് മെയിൽ ആക്സസ് ചെയ്യാം. അതേപോലെ നമ്മളെ PC-യിൽ എന്ത് ചെയ്യാം, ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, മെയിൽസ് ആക്സസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മെയിൽ ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമെയിൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതർ ആപ്ലിക്കേഷൻസ്, ഗെയിംസ് ഒക്കെ നമ്മൾക്ക് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് നമ്മളെ PC-യിൽ കൂടെ നമ്മളെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ കൂടെ നമുക്ക് എന്താണ് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാം. ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ എ PC may be used at home or may be found in an office. ഇപ്പോൾ നമ്മളുടെ കോളേജിൽ കണ്ടിട്ടില്ലേ നമ്മളെ സിസ്റ്റം, അതൊക്കെ എങ്ങനെയാണ്, LAN വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. LAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. LAN എന്ന് പറഞ്ഞാൽ ലോക്കൽ ഇതൊക്കെ നമുക്ക് പിന്നെ വരുന്നുണ്ട് പഠിക്കാൻ, അപ്പം നോക്കാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അതാണ് LAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. LAN എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിസ്റ്റംസ് ഉണ്ടാവും. ഇപ്പം നമ്മളുടെ കോളേജിലുള്ള ലാബൊക്കെ എങ്ങനെയാണ്, കുറേ സിസ്റ്റംസ് ഉണ്ടാവും. ഈ സിസ്റ്റമൊക്കെ ഒരു സെൻട്രൽ CPU ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു സെൻട്രൽ CPU ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. കുറേ സിസ്റ്റംസും ഒരു സെൻട്രൽ CPU-ലേക്ക്, അല്ലെങ്കിൽ അതിനെ നമ്മൾ സെർവർ എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ സെർവർ എന്ന് പറയും. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കുന്നു. ഇപ്പം നമുക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അപ്പം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. എന്നാൽ നമ്മൾ ഈ OS ഏതായിരിക്കും, ഈ ഒരു സെൻട്രൽ സിസ്റ്റത്തിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതേപോലെ എന്തൊക്കെ ആവശ്യമുള്ള സോഫ്റ്റ്വെയർ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ദെൻ ഇവിടുന്ന് ബാക്കി എല്ലാ സിസ്റ്റത്തിലേക്കും അത് കിട്ടും. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കമ്പ്യൂട്ടേഴ്സ് ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ആ സിസ്റ്റത്തിലായിരിക്കും നമുക്ക് ആവശ്യമുള്ള എല്ലാ സോഫ്റ്റ്വെയർസും ഉണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഇവിടുന്ന് നമുക്ക് ഓരോ കമ്പ്യൂട്ടറിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്തെടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. LAN എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പം PC may be used at home or may be found in an office. Personal computers can be connected to local area network either by cable or wirelessly. ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ്, നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എന്നാണ്. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ ഈസ് വർക്ക് സ്റ്റേഷൻ. വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് സയൻറ്റിഫിക് പർപ്പസ്, പിന്നെ എൻജിനീയറിങ്, അതായത് ഇപ്പോൾ നമ്മളുടെ സിവിലൊക്കെ അല്ലേ, അപ്പോൾ അതിൽ നമ്മൾ ഇപ്പം ഒരു വീടിൻ്റെ പ്ലാനൊക്കെ വരയ്ക്കുന്ന സമയത്ത് അവിടെ ഒരു 3 ഡയമെൻഷണൽ ഗ്രാഫിക്സ് ഒക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വർക്ക് സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ സയൻറ്റിഫിക് പർപ്പസ് ആൻഡ് എൻജിനീയറിംഗ് പർപ്പസ്. ഓക്കെ, എ വർക്ക് സ്റ്റേഷൻ ഈസ് എ high-end personal computer designed for technical or scientific applications. Okay, then it is connected to a local area network and run multi-user operating system. Then multiple usersന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സിസ്റ്റത്തിലേക്ക് മോർ ദാൻ 1 സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഓരോ സിസ്റ്റത്തിലും അതായത്
ഇപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സിസ്റ്റം, ഇവിടെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മളെ വേർഡ്, എന്തൊക്കെയാണോ ആപ്ലിക്കേഷൻ അതൊക്കെ ഇതിലായിരിക്കും ഉണ്ടായിരിക്കാം. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, ഇവിടെ വേറൊരു കമ്പ്യൂട്ടർ ഉണ്ടാവും, ഇവിടെ വേറൊരു കമ്പ്യൂട്ടർ ഉണ്ടാവും, വേറെ കമ്പ്യൂട്ടർ ഉണ്ടാവും. അപ്പം ഈ കമ്പ്യൂട്ടറൊക്കെ ഇങ്ങോട്ടാണ് കണക്ഷൻ വരുന്നത്. ഇതൊക്കെ ഓരോ യൂസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതാണ് മൾട്ടി യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ദെൻ ഹിസ്റ്റോറിക്കലി വർക്ക് സ്റ്റേഷൻസ് ഹാഡ് ഓഫേർഡ് ഹൈ പെർഫോമൻസ് ദാൻ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. അതായത് നമ്മളുടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, ഡെസ്ക്ടോപ്പ്, ടാബ്ലറ്റ്, അതിനെക്കാട്ടും കൂടുതൽ പെർഫോമൻസ് എന്ത് കൊടുക്കുന്നുണ്ട്, വർക്ക് സ്റ്റേഷൻസ് കൊടുക്കുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അത് കൂടുതൽ കേപ്പബിലിറ്റി ഉള്ളതായിരിക്കും ഇത്തരം CPU എന്ന് പറയുന്നത്. പിന്നെന്താണ് അതിൽ ഗ്രാഫിക്സ്, മെമ്മറി കപ്പാസിറ്റി, മൾട്ടി ടാസ്കിങ് കേപ്പബിലിറ്റി ഒക്കെ അതിൽ കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3D മെക്കാനിക്കൽ ഡിസൈൻ, for engineering simulation, animation, of rendering of images and mathematical plots, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ വർക്ക് സ്റ്റേഷൻ PC യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ workstation class PC may have the same have some of the following features. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോർട്ട് ഫോർ എറർ കറക്റ്റിംഗ് കോഡ് മെമ്മറി. അതായത് എന്തെങ്കിലും ഇപ്പം ഇൻറ്റേർണൽ എന്തെങ്കിലും ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ വർക്ക് സ്റ്റേഷന്. ദെൻ മൾട്ടിപ്പിൾ പ്രോസസ്സർ സോക്കറ്റ്, അതായത് ഒരു പ്രോസസ്സറിലേക്ക് മൾട്ടിപ്പിൾ സിസ്റ്റം കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ്, ഹൈ പെർഫോമൻസ് ഗ്രാഫിക് കാർഡ്സ്. നെക്സ്റ്റ് അവർ ഡെസ്ക്ടോപ്പ് PC. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, നമ്മളെ വീട്ടിൽ, നമ്മളെ കോളേജിൽ ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഡെസ്ക്ടോപ്പ് PC എന്ന് പറയുന്നത്. എന്താണ്, എ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഈസ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ ഇൻ എ ഫോം ഇൻറ്റൻഡഡ് ഫോർ റെഗുലർ യൂസ് അറ്റ് എ സിംഗിൾ ലൊക്കേഷൻ ആസ് അപ്പോസ് ടു മൊബൈൽ, ലാപ്ടോപ്പ് ഓർ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലാപ്ടോപ്പ്, ടാബ്ലറ്റ് അങ്ങനത്തെ ഇതൊക്കെ ആവുന്ന സമയത്ത്, അങ്ങനത്തെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മൂവ് ചെയ്യിക്കാൻ പറ്റും, പോർട്ടബിൾ ആണ്. പക്ഷേ ഡെസ്ക്ടോപ്പ് PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മോണിറ്റർ ഉണ്ടായിരിക്കും, ദെൻ അതിൻ്റെ ഒരു CPU ഉണ്ടായിരിക്കും, ദെൻ കീബോർഡ്, മൗസ്. അപ്പം ഒരു ഡെസ്കിലാണ് നമ്മളത് കീപ്പ് ചെയ്യുക. അത് എന്തല്ല, പോർട്ടബിൾ അല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ അധിക ഡെസ്ക്ടോപ്പിലും വർക്ക് ചെയ്യുന്നത് എന്താണ്, നമുക്കറിയാം, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, പിന്നെ ലിനക്സ്, മാക് OS ആരുടെയാണ്, ആപ്പിളിൻ്റെത്. ഓക്കെ, ഇപ്പം ലേറ്റസ്റ്റ് വേർഷൻ ഏതാണ്, വിൻഡോസ് 10 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ലിനക്സ് ഉണ്ട്. ലിനക്സിൻ്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉബുണ്ടു, ഫൊഡേറ, പിന്നെ കാളി ലിനക്സ്, അങ്ങനെ കുറേ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത്, കോർ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, കേർണൽ, ലിനക്സ് കേർണലാണ്. എന്താണ് കേർണൽ എന്നുള്ളതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. അപ്പം നമുക്ക് നോക്കാം. ദെൻ ഡെസ്ക്ടോപ്പിൻ്റെ ഒരു സബ് ടൈപ്പാണ് ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ്. ഡെസ്ക്ടോപ്പിൻ്റെ തന്നെ ഒരു സബ് ടൈപ്പാണ് ഓൾ ഇൻ വൺ എന്ന് പറയുന്നത്. ഇവിടെ ആവുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മോണിറ്ററും CPU കമ്പൈൻ ചെയ്യുന്നത് ഒറ്റൊന്നില്ല. ഇപ്പം നമ്മൾ സാധാരണ ഡെസ്ക്ടോപ്പ് ആകുമ്പോഴാണ് നമ്മളെ മോണിറ്റർ ഉണ്ടായിരിക്കും, പിന്നെ എന്താണ്, CPU ഇത് വേറെയാണ്. ദെൻ ഈ മോണിറ്റർ ഈ CPUയിലേക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഒരു കമ്പ്യൂട്ടറിൽ എന്താണ്, മോണിറ്ററും അതേപോലെ നമ്മളുടെ CPU കമ്പൈൻ ചെയ്തിട്ട് ഒറ്റൊന്നൊരു ആയിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മളുടെ മോണിറ്ററും പിന്നെ ഇവിടെ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഒരു ഇതിൽ. അപ്പം ഇതെന്ന് പറയുമ്പം മോണിറ്ററും ഇതും കമ്പൈൻ ചെയ്ത് ഒറ്റൊരു ഇതിൽ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്.
The monitor often utilize a touch screen as optional method for user input. ഓക്കെ, ഇതിൽ വരുമ്പം ഈ ഓൾ ഇൻ വൺ കമ്പ്യൂട്ടേഴ്സിൽ വരുമ്പം നമ്മളിപ്പോൾ മൊബൈലിൽ ടച്ച് യൂസ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ടച്ച് സ്ക്രീന് ഉണ്ട്, ഓപ്ഷണലാണ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്താണ് എക്സ്റ്റേണൽ, പക്ഷേ ഇതിൽ കീബോർഡും മൗസൊക്കെ എന്തായിരിക്കും, എക്സ്റ്റേണൽ ആയിരിക്കും. നമ്മൾ ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ. നെക്സ്റ്റ് നെറ്റ് ടോപ്പ് പി സി. നെറ്റ് ടോപ്പ് പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ, അതായത് ഇൻ്റർനെറ്റ് പ്ലസ് നോട്ട്ബുക്കാണ്. എന്ത് നെറ്റ് ടോപ്പ് എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് പ്ലസ് നോട്ട്ബുക്ക്. അതായത് ഈ നെറ്റ് ടോപ്പ് പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പ് പി സിൻ്റെ അത്ര ഒരു കേപ്പബിൾ അല്ല. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, വെബ് ബ്രൗസിങ്ങിന്, പിന്നെ ഓഡിയോ വീഡിയോ പ്ലേ ബാക്ക്, അത് പിന്നെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് അങ്ങനത്തെയൊക്കെ ആക്സസ് ചെയ്യാനും ഒക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് പ്ലസ് നോട്ട്ബുക്കാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് ടോപ്പ് പി സി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പ് പി സി നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷേ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ലാപ്ടോപ്പ്. അപ്പം ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് or simply laptop also called what, notebook. Okay, or notebook. Netbook അല്ല കേട്ടോ, notebook. Computer or sometimes a notebook is a personal computer designed for mobile use and small and light enough to sit on personal lap while in use. അപ്പം ഡിസൈൻ ഫോർ മൊബൈൽ യൂസ്, ദാറ്റ് മീൻസ് മൊബിലിറ്റിക്ക് വേണ്ടിയിട്ട്, മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ആവുന്ന സമയത്ത് നമുക്ക് കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല, ലാപ്ടോപ്പൊക്കെ ആവുന്ന സമയത്ത് നമുക്കത് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ പറ്റും. അപ്പം മൊബിലിറ്റി, ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പിൻ്റെ എല്ലാ പാർട്സും ഇതിലും വരുന്നുണ്ട്. എന്താ, മോണിറ്റർ വരുന്നുണ്ട്, ഡിസ്പ്ലേ, കീബോർഡ്, എന്താണ് സ്പീക്കേഴ്സ്, ബാറ്ററി. ഓക്കെ, ചാർജബിൾ ബാറ്ററിയാണ് ഉണ്ടാവും. അതൊക്കെയാണ് നമ്മൾ സാധാരണ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താണ് ലാപ്ടോപ്പിൽ വരുന്നത്. ഓക്കെ, ദെൻ നെറ്റ് ബുക്ക് പി സി. നെറ്റ് ബുക്ക് പി സി ഈസ് ഓൾസോ കോൾഡ് വാട്ട്, മിനി നോട്ട്ബുക്സ്. അതായത് നമ്മളെ ലാപ്ടോപ്പിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈ നെറ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലാപ്ടോപ്പിനെക്കാട്ടും ചെറുതാണ്, സ്മോൾ ഇൻ സൈസ് ആണ്. ഓക്കെ, സ്മോൾ ആണ്. ലൈറ്റ് ആൻഡ് എക്സ്പെൻസീവ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. മെയിനായിട്ട് വെബ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ സ്ക്രീൻസ് സ്മോൾ ആയിരിക്കും. കീബോർഡ് features smaller screens and keyboards and offered reduced specification and computing power. അപ്പം ലാപ്ടോപ്പിനെ അപേക്ഷിച്ചിട്ട് ചെറിയ സ്ക്രീൻ ആയിരിക്കും, അതേപോലെ കീബോർഡ്സും, അതുപോലെ തന്നെ എന്താണ് പവർ ഒക്കെ, റെഡ്യൂസ് സ്പെസിഫിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് പവർ എല്ലാം എന്താണ് ലാപ്ടോപ്പിനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. പിന്നെ എന്താണ്, നെറ്റ് ബുക്ക് ടിപ്പിക്കലി ഹാവ് ലെസ് പവർഫുൾ ഹാർഡ്വെയർ ദാൻ ലാർജർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. അതായത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്, മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. നമ്മൾ ഹാർഡ് ഡിസ്കിനെക്കാട്ടും ലൈറ്റ് വെയ്റ്റ് ആണ് ഈ സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഈ ലൈറ്റ് വെയ്റ്റിന് കാരണം. ഓക്കെ, അപ്പം അതുകൊണ്ട് അതിനെന്താണ്, നമ്മൾ ഹാർഡ് ഡിസ്ക് പോലെ അത്ര സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇതിന് ലെസ് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്, 8, 16, 32 GB. ഓക്കെ, ഇപ്പം നമ്മളെ ലാപ്ടോപ്പ് ആവുന്ന സമയത്ത് നമുക്കറിയാം 82, 160 GB ഒക്കെ വരും സാധാരണ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ ഈ നെറ്റ് ബുക്ക് എന്ന് പറയുന്നത് 32 GB വരെയൊക്കെ വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടാബ്ലറ്റ്. ടാബ്ലറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ്, സാധാരണ നമ്മളുടെ ലാപ്ടോപ്പ് നോർമൽ, ഇപ്പം ടച്ച് സ്ക്രീനൊക്കെ വരുന്നുണ്ട്, പക്ഷേ സാധാരണ ഒരു ലാപ്ടോപ്പിനെ വെച്ച് നോക്കുന്ന സമയത്ത് ടാബ്ലറ്റിന് എന്തുണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇറ്റ് ഈസ് എക്യുപ്ഡ് വിത്ത് ടച്ച് സ്ക്രീൻ. This form factor offers a more mobile computer. ടാബ്ലറ്റ് ഇപ്പോൾ ലാപ്ടോപ്പിനെക്കാട്ടും ഈസിയാണ് നമുക്ക് ടാബ്ലറ്റ്
കൊണ്ട് നടക്കാൻ. ഇപ്പം ടാബ്ലറ്റിൽ ഇപ്പം എന്താണ് നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെ കേപ്പബിലിറ്റി ഇപ്പോൾ കോൾ ചെയ്യാനൊക്കെ നമുക്ക് ടാബ്ലറ്റ് വഴിയും പറ്റും. അപ്പം ചെറിയ എന്താണ് ഗെയിം, ചെറിയ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ടാബ്ലറ്റ് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റ് പർപ്പസ് അങ്ങനെയൊക്കെ നമുക്ക് ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടാബ്ലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പെൻ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇത് പോപ്പുലറൈസ് ചെയ്തത് മൈക്രോസോഫ്റ്റാണ്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പെൻ കമ്പ്യൂട്ടിംഗ്, പോപ്പുലറൈസ് ചെയ്തത് മൈക്രോസോഫ്റ്റാണ്. അപ്പം ടാബ്ലറ്റ് പി സിക്ക് എന്താണ് കപ്പാസിറ്റീവ് കോണ്ടാക്ട് ടെക്നോളജി, അതായത് നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് നമ്മൾ ടച്ച് സ്ക്രീൻ, അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം, നമ്മളെ ഫിംഗേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ പാം റെക്കഗ്നിഷൻ ഉണ്ട്. ദെൻ എന്താണ് മൾട്ടി ടച്ച് കേപ്പബിലിറ്റീസ്, അതായത് നമുക്ക് മോർ ദാൻ 1 ഫിംഗേഴ്സ് അറ്റ് എ ടൈം നമുക്ക് സ്ക്രീനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ടാബ്ലറ്റൊക്കെ. ദെൻ അടുത്തത് എന്താണ് മൊബൈൽ ഡിവൈസസ്. മൊബൈൽ ഡിവൈസസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ എന്താണ് സെൽഫോൺ, ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്, ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ, പാം ടോപ്പ് or simply handheld is a pocket-sized computing device, typically having a display screen with a touch input or miniature keyboard. നമുക്കറിയാം നമ്മളുടെ അടുത്തുള്ള സ്മാർട്ട് ഫോണൊക്കെ. ഓക്കെ, അപ്പം ഇതിൽ ഈ മൊബൈൽ ഡിവൈസസിൽ 2 എണ്ണമാണ് പറയുന്നത്. ഒന്ന് PDA, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്. ഓക്കെ, അത് മെയിനായിട്ട് ബിസിനസ് ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ്, ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് PDA എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം യൂസ് ചെയ്യുന്നത്. ഇപ്പം ബിസിനസ് ഷെഡ്യൂൾ ചെയ്യുക, ടൈമർ ഷെഡ്യൂൾ ചെയ്യുക, അതേപോലെ കാലണ്ടർ, അങ്ങനെയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ PDA, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ PDA എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം PDA വേറൊരു പർപ്പസ്, ഇപ്പം നമ്മൾ കാറിലൊക്കെ കണ്ടിട്ടുണ്ടാവും, GPS ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു കാറിലൊക്കെ ഒരു സംഭവം കണ്ടിട്ടില്ലേ, ട്രാഫിക്കൊക്കെ പറഞ്ഞു തരും നമുക്ക്. കാറിൽ യൂസ് ചെയ്യുന്ന അതൊരു PDA ആണ്, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ കമ്പൈൻഡ് ഇൻ ടു എ ടച്ച് സ്ക്രീൻ ഇൻ്റർഫേസ്. ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ടച്ച് സ്ക്രീൻ ഇൻ്റർഫേസ് കമ്പൈൻ ചെയ്തിട്ടാണുള്ളത്. സ്മാർട്ട് ഫോൺസ് ആൻഡ് PDAs ആർ പോപ്പുലർ among those who require assistance and convenience of conventional computers. അപ്പം then this device are called a handheld device because they are എന്തായിരിക്കും നമുക്ക് കൈ കൊണ്ട് നടക്കാൻ പറ്റുന്നതാ. ദാറ്റ് മീൻസ് കൈ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അത് സ്മോളാണ്, ലൈറ്റ് വെയ്റ്റ് ഡിവൈസസ് ആണ്. ദാറ്റ് ക്യാൻ ബി ഹോൾഡ് ബൈ ഹാൻഡ്. ഓക്കെ, മൊബൈൽ ഡിവൈസസ് ഹാവ് ഡിസൈൻ ഫോർ മെനി ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് മൊബൈൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോക്കറ്റ് PC, നമുക്ക് പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്. ഹാൻഡ് ഹെൽഡ് ഗെയിം, ഹാൻഡ്സ് വെച്ചാൽ ഡിജിറ്റൽ ക്യാമറ, ഡിജിറ്റൽ വീഡിയോ ക്യാമറ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ദെൻ ഇവിടെ PDAനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ്. എ പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് palm top computer is a mobile device which functions as a personal information manager and connects to the internet. Okay, അപ്പം ഇതിൽ ഇപ്പം നമ്മൾ ആദ്യമൊക്കെ ഇപ്പം സ്മാർട്ട് ഫോൺ വെച്ചിട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യമൊക്കെ PDA വെച്ചിട്ടായിരുന്നു. നമ്മൾ ഷോപ്പിലൊക്കെ പോയാൽ കാണാം, നമ്മളെ ബാർകോഡ് റീഡർ, അവർ കോഡ് റീഡ് ചെയ്തെടുക്കുന്ന ഒരു മെഷീൻ കാണാം. നമ്മൾ പാക്കറ്റിൻ്റെ മേലൊക്കെ ഒരു ബാർകോഡ് ഉണ്ടാവില്ലേ, ആ ബാർകോഡ് റീഡ് ചെയ്തിരിക്കുന്ന ആ മെഷീൻ. പിന്നെ നമ്മളെ സ്മാർട്ട് കാർഡ്, അതായത് നമ്മളുടെ
ATM കാർഡൊക്കെ അല്ലേ, ഡെബിറ്റ് കാർഡ്, അതൊക്കെ നമുക്ക് അതൊക്കെ റീഡ് ചെയ്യുന്ന ഡിവൈസുകൾ ഈ PD ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിന് ബിസിനസ് പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷെഡ്യൂളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് ഷെഡ്യൂളിങ്, കലണ്ടർ, അങ്ങനത്തെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു PDA യൂസ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ സ്മാർട്ട് ഫോണും വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ പോക്കറ്റ് PC. പോക്കറ്റ് PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDA തന്നെയാണ്. അതിൻ്റെ ഒരു പിക്ചറാണിത് പോക്കറ്റ് PCക്ക്. ഓക്കെ, ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും പോക്കറ്റ് PC എന്ന് പറയുമ്പം. അപ്പം ഇവിടെ എന്താണ്, മൈക്രോസോഫ്റ്റിൻ്റെയാണ് ഈ സംഭവം. മൈക്രോസോഫ്റ്റിൻ്റെ OS ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇത് പേഴ്സണൽ ഡിജിറ്റൽ, ഈ പോക്കറ്റ് PC എന്ന് പറയുന്നത് പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. പോക്കറ്റ് PC എന്ന് പറയുന്നത് അത് ദാറ്റ് റൺസ് ദി മൈക്രോസോഫ്റ്റ് വിൻഡോസ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അത് മൈക്രോസോഫ്റ്റിൻ്റെയാണത്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് പോക്കറ്റ് PC. ഇതൊരു PD ആണ്, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ആണ്. അതിന് വേണമെങ്കിൽ എന്താണ്, ലിനക്സും അതിൽ വർക്ക് ചെയ്യിക്കാം. ദെൻ 2, അപ്പോൾ നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എന്താണ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ്. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് വലിയ വലിയ ഓർഗനൈസേഷൻസ്, അതായത് നമ്മളെ ബാങ്ക്, അല്ലെങ്കിൽ ഗവൺമെൻറ്, ബാങ്ക്, അല്ലെങ്കിൽ ലാർജ് കോർപ്പറേഷൻസ് ഫോർ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ വർക്കിംഗ് ബൾക്ക് ഡേറ്റ പ്രോസസ്സിങ്. അപ്പോൾ ബൾക്കായിട്ട് ഡേറ്റ പ്രോസസ്സ് ചെയ്യും, സച്ച് ആസ് സെൻസസ്, ഇപ്പം അല്ലെങ്കിൽ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ എമൗണ്ട്സ് ഒക്കെ, ലാർജ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം വലിയ വലിയ ഓർഗനൈസേഷനിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് എന്താണ്, nearly all mainframes have the ability to run or host multiple operating systems. അതായത് ഒരു സിസ്റ്റത്തിൽ തന്നെ മോർ ദാൻ വൺ OS ഇൻസ്റ്റോൾ ചെയ്യാം, അത് യൂസ് ചെയ്യാം. അപ്പം ഒരു സിസ്റ്റത്തിൽ തന്നെ മോർ ദാൻ വൺ OS ഇൻസ്റ്റോൾ ചെയ്യാം, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ നമ്മളിപ്പം എന്താ പറയുക, വിൻഡോസ് ഇൻസ്റ്റോൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ലിനക്സും ഇൻസ്റ്റോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻ ഫ്രെയിംസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ്, നിയർലി ഓൾ മെയിൻ ഫ്രെയിംസ് ഹാവ് ദി എബിലിറ്റി ടു റൺ ഓർ ഹോസ്റ്റ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ദർ ബൈ ഓപ്പറേറ്റ് നോട്ട് ആസ് എ സിംഗിൾ കമ്പ്യൂട്ടർ ബട്ട് ആസ് നമ്പർ ഓഫ് വെർച്വൽ മെഷീൻ. വെർച്വൽ മെഷീൻ എന്നിപ്പോൾ എന്താ നോക്കണ്ട, അതൊക്കെ പിന്നെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെന്ന് പറഞ്ഞാൽ എത്രയോ ഡസൺ കണക്കിന് സെർവേഴ്സ്, സ്മോൾ സെർവേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരമാണ് ഒരു മെയിൻ ഫ്രെയിം എന്ന് പറയുന്നത്. Okay, in this role a single mainframe can replace dozen or even hundreds of small servers. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ബാക്കി എല്ലാവരും അത് ആക്സസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്ക് നിങ്ങൾ എല്ലാവരും ആക്സസ് ചെയ്യുന്ന ഒരു സംഭവം. ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഒരു സിസ്റ്റത്തിലായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക. അപ്പം ഒരു സിസ്റ്റം അല്ല, കുറേ സെർവേഴ്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്, ബ്രൗസ് ചെയ്തിട്ട് നിങ്ങളത് ഒരു സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുക, നിങ്ങൾക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ്, www.facebook.com എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു, ആ ഒരു മെഷീനിലേക്ക് റിക്വസ്റ്റ് പോവും, അവിടെ നിന്ന് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുക ചെയ്യുന്നത്. അപ്പം ഇതിനെയാണ് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പം അതാണ് മെയിൻ ഫ്രെയിം. അപ്പം ഇത്രയും കുറേ സെർവേഴ്സ്
ഒരു മെയിൻ ഫ്രെയിം എന്ന് പറയുന്ന സമയത്ത് ഹൺഡ്രഡ്സ് ഓഫ് സ്മോൾ സെർവേഴ്സിന് തുല്യമാണ് എന്തെന്ന് പറയുന്നത് ഒരു മെയിൻ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, സെർവറൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാം. ദെൻ ഇറ്റ് ഈസ് ഡിസൈൻ ടു ഹാൻഡിൽ ലാർജ് വോളിയം ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ദെൻ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്തിലായിരുന്നു മെഷർ ചെയ്യുമെന്ന് പറഞ്ഞത്? ഫ്ലോപ്സ്, ഓർമ്മയുണ്ടോ? ഫ്ലോപ്സിലായിരുന്നു ഫ്ലോപ്സ്. അതേപോലെ ഇവിടെയോ, ഇവിടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ മെഷർ ചെയ്യുക എന്താണ്? മിപ്സിലാണ്. മിപ്സ് മീൻസ് മില്യൺ ഓഫ് ഇൻറ്റിജർ ഓപ്പറേഷൻ പെർ സെക്കൻഡ്. മിപ്സിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് വൺ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ പറ്റി നമ്മൾ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രെയിൻ. അപ്പം സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് മെയിൻ ഏത് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു? സയൻറ്റിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അതായത് ഇവിടെ സ്പീഡ്, അതിൻ്റെ പ്രോസസ്സിങ് കപ്പാസിറ്റി, പെർട്ടിക്കുലർലി അതിൻ്റെ മെയിൻ ഫീച്ചർ എന്താണ്? അതിൻ്റെ സ്പീഡാണ്. കാരണം ബില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു സെക്കൻഡിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുന്നത്. സൂപ്പർ കമ്പ്യൂട്ടർ ക്യാൻ പ്രോസസ് ബില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ആൻഡ് മറ്റ് എല്ലാ ഇതിനെ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെരി എന്താ പറയുക, എക്സ്പെൻസീവാണ്. ഓക്കെ, വെരി എക്സ്പെൻസീവാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് മെയിൻ യൂസ് ചെയ്യുക സ്റ്റോക്ക് അനാലിസിസ്, വെതർ ഫോർകാസ്റ്റിംഗ്, സയൻറ്റിഫിക് സിമുലേഷൻ, ആനിമേറ്റഡ് ഗ്രാഫിക്സ്, അങ്ങനെ കുറേ ന്യൂക്ലിയർ എനർജി റിസർച്ച് പർപ്പസ്, ഇലക്ട്രോണിക് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് ജിയോളജിക്കൽ ഡേറ്റ. അവിടെയൊക്കെ കൂടുതൽ ഭയങ്കര ഡേറ്റ പ്രോസസ്സിങ് വരുന്നതാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് പറഞ്ഞ സമയത്ത് ക്രെയിൻ, അതാണ് ഒരു സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിളാണ്. അപ്പം സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻ ക്രേ, IBM ഇതൊക്കെയാണ്. ഓക്കെ, അപ്പം അത് പാരലായിട്ട് കുറേ പ്രോസസ്സ് അതിന് എന്താണ് പാരലായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ പറയാനുള്ളത്. ഓക്കെ, ദെൻ നിങ്ങൾക്കൊരു വർക്ക് ഞാൻ തരാം. അതായത് അസൈൻമെൻറ്റ് വേറെ ഉണ്ട്. അല്ലാതെ എപ്പോഴും യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അതായത് ഇപ്പം ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ജപ്പാൻ്റെ ഒരു കമ്പ്യൂട്ടറാണ്. അത് ഏതാണ്? വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ലേറ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ, ഫാസ്റ്റായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അത് ജപ്പാൻ്റെയാണ്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ദെൻ വേറെ ഒന്ന് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഓക്കെ.